പ്രണയവും സൗഹൃദവും കലയുമൊക്കെ വിടരുന്ന ഏറ്റവും മനോഹരമായ ഇടമാണ് ക്യാമ്പസുകൾ. ഇന്ന് നാം കാണുന്ന ഓരോ പ്രതിഭകളും ക്യാമ്പസുകളുടെ സൃഷ്ടിയാണ്. എന്നാൽ ഇക്കാലത്ത് കേരളത്തിലെ ചില വിദ്യാലയങ്ങളും കലാലയങ്ങളും കുട്ടിക്കുറ്റവാളികളെ സൃഷ്ടിക്കുകയാണെന്ന് തോന്നിപ്പോകും. സൗഹൃദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി, കലാലയങ്ങളിലെ കലാപരാഷ്ട്രീയം, റാഗിംഗ് പരാതികൾ, ഇങ്ങനെ കേട്ടാൽ ഭയക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കാലടി ശങ്കര കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അശ്ലീല ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തത് മുൻ SFI നേതാവാണ്. ഇയാളുടെ ക്രൂരവിനോദത്തിന് എത്ര കുട്ടികൾ ഇരകളായി കാണും? ഇതോടൊപ്പം കാസർഗോഡ് +1 വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ റാഗിംഗ് ആക്രമണവും ഗൗരവ സ്വഭാവമുള്ള കേസാണ്. ആ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ വിശദമായി പോകുന്നത്. സ്വാഗതം. നമ്മളിൽ പലരും വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സ്വന്തം ചിത്രങ്ങൾ സ്റ്റാറ്റസായി ഇടുന്നവരാണ്. എന്നാൽ ഇക്കാലത്ത് വ്യക്തിഗത ചിത്രങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ ദുരുപയോഗം ചെയ്യപ്പെടാമെന്നതിൻ്റെ തെളിവാണ് കാലടി ശങ്കര കോളേജിലെ ചില വിദ്യാർത്ഥിനികൾക്ക് സംഭവിച്ചത്. അവിടുത്തെ SFI നേതാവായിരുന്ന രോഹിത്തിൻ്റെ ക്രൂരവിനോദം അറപ്പുളവാക്കുന്നതാണ്. സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസായി പങ്കുവച്ച പെൺകുട്ടികളുടെ ചിത്രമാണ് ഇയാൾ ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. പോലീസ് നിസ്സാര വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച പ്രതിക്കെതിരെ കൂടുതൽ പരാതികൾ വന്നിരിക്കുന്നു. 15 വയസ്സുള്ള പെൺകുട്ടിയുടെ ചിത്രം പോലും ഇയാൾ ദുരുപയോഗം ചെയ്തു. പോലീസിന്റെ നടപടി വിവാദമായതോടെ പ്രതി രോഹിത്തിനെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. IT ആക്ടിലെ വകുപ്പുകളും ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പോക്സോ വകുപ്പും IT നിയമപ്രകാരമുള്ള വകുപ്പുകളുമെല്ലാം ചേർത്താണ് ഇപ്പോൾ രോഹിത്തിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. അന്നും 9ഓളം പെൺകുട്ടികളുടെ പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോഴും പോലീസ് ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചതിനെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിനെ തുടർന്നാണ് വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ ഒരു 15 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം കൂടി ഇയാൾ ഇതുപോലുള്ള അശ്ലീല സൈറ്റുകളിൽ ഇയാൾ ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു പരാതിയുടെ കൂടി ഇത് ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതി തന്നെയായിട്ടാണ് കണക്കിലെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് പുതിയ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ വിഷയം വലിയ രീതിയിൽ തന്നെ നിയമസഭയിലടക്കം പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. പലപ്പോഴും തന്നെ പ്രതിസ്ഥാനത്ത് വരുന്നവർ അത് CPM-കാരാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു. രോഹിത്തിനെതിരെയുള്ള പരാതിയുടെ ഒരു വിഷയമായിട്ട് പറഞ്ഞിരുന്നത് ഇയാൾ SFIയുടെ മുൻ ഭാരവാഹിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാലടി സർവകലാശാലയിൽ ഇയാൾ യൂണിറ്റ് ഭാരവാഹിയാണ് എന്ന് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളും സംവിധാനങ്ങളും മാറുന്നുവെന്ന ആക്ഷേപം നിയമസഭയ്ക്കകത്ത് വലിയ രീതിയിൽ തന്നെ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് അടുത്ത ദിവസം തന്നെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നടപടികളിലേക്ക് പോലീസ് തിരിയുന്നത്. ആദ്യഘട്ടത്തിൽ പരാതികൾ നൽകിയിരുന്നെങ്കിലും കാര്യമായ രീതിയിലേക്ക് നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇയാൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെയും അവിടെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ കൂടി അറിയപ്പെട്ടിരുന്നു. ആ സമയത്ത് എടുത്ത പല ഫോട്ടോകളും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി എടുത്ത പലരുടെയും ഫോട്ടോകളും ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പരാതിയുടെ ഒരു സ്വഭാവമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങും. ഇയാളുടെ 2 മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായ പരിശോധനയിലേക്കും പോലീസ് കടക്കും. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികൾക്ക് അപ്പുറത്തേക്ക് ഇനിയും പരാതികൾ വരാനുള്ളൊരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ട്. അപ്പോൾ വിശദമായ ഒരു പരിശോധന അടക്കമുള്ള ഇക്കാര്യങ്ങൾ വേണം ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പോകുന്നു. വരും ദിവസങ്ങളിൽ റിമാൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിലൊരു ജാഗ്രതയുടെ സന്ദേശം കൂടി പൊതുവിൽ നൽകുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ അത് ഏത് രീതിയിലും മാറ്റപ്പെടാം. ആർക്കെങ്കിലും വൈരാഗ്യ ബുദ്ധിയ പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും ഈ രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താം.
അങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇത്തരം സംഭവങ്ങളിലൂടെ തന്നെ അത് ആവർത്തിക്കപ്പെടുകയാണ്, അത് ഒന്നുകൂടി അടിവരയിടുകയാണ്. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ളൊരു സാധ്യതകളിലേക്ക് കൂടിയാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത്. എന്തായാലും പോലീസ് ഈ കേസ് വളരെ ഊർജിതമായിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരു സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അതിന് വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾ പോലീസിനെ ഏൽക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് സത്യം. കാരണം ഇത് ഒച്ചപ്പാടുകളിലേക്ക് നിയമസഭയ്ക്കകത്ത് പോലും ഈ വിഷയം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കാലടി പോലീസ് വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തുകയും കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ആവേശം സിനിമ നമ്മുടെ നാട്ടിലെ കൗമാരക്കാരുടെ മനസ്സിനെ തീ പിടിപ്പിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ റാഗിങ്ങും സംഘർഷവും ചിലരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ടാകാം. +1 ക്ലാസുകൾ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ നിരവധി സ്കൂളുകളിൽ നിന്ന് റാഗിംഗ് പരാതികൾ ഉയരുകയാണ്. കാസർഗോഡ് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ സിനിമാ സ്റ്റൈലിലാണ് സീനിയേഴ്സ് ക്രൂരമായി തല്ലിച്ചതച്ചത്. വിദ്യാർത്ഥി ഷൂ ധരിച്ച് സ്കൂളിലെത്തിയതാണ് ആദ്യ പ്രകോപനം. പിന്നാലെ സംഘം ചേർന്നെത്തിയ +2 വിദ്യാർത്ഥികൾ പാട്ടുപാടാൻ ആവശ്യപ്പെട്ടു. ഇതിന് വിസമ്മതിച്ചതോടെ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് ക്രൂര മർദ്ദനമേറ്റത്. പള്ളിക്കര ബിലാൽ നഗർ സ്വദേശിയാണ് മർദ്ദനത്തിൽ ഇരയായത്. ഷൂ ധരിച്ചെത്തിയതിനാണ് +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിദ്യാർത്ഥിയോട് പാട്ടുപാടാനും ആവശ്യപ്പെട്ടു. ഇതിന് വിസമ്മതിച്ചതോടെ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഷൂ ഇടണ്ടാന്ന് പറഞ്ഞിട്ട് തച്ച്, പിന്നെ പാട്ട് പാടാൻ പറഞ്ഞ് അങ്ങനെ തച്ച്, പിന്നെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ എന്തെല്ലാം ചീത്ത വിളിച്ചോണ്ടിന്ന് ഇങ്ങനെല്ലാം ആക്കിയിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് തച്ച്, പള്ളിയിൽ കയറുമ്പോൾ പിടിച്ചിട്ട് കൊണ്ടുപോയി എല്ലാവരും തച്ച്. പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടാൻ കഴിയാ, അപ്പോൾ തച്ച് എല്ലാവരോടും ആക്കി. ഒരു 5-6 കണ്ടാറ്. +2 ഇതേ സ്കൂളിൽ +2 ഇതേ സ്കൂളിൽ +2 കുട്ടികൾ. ഇതില് സ്കൂളിൽ പരാതി പറഞ്ഞപ്പോൾ അവരെന്താണ് പറഞ്ഞത്? സ്കൂളിൽ പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ്ട് പോയിട്ട് കേസിലാക്കിയപ്പോ. മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സ തേടി. ചെവിക്ക് മർദ്ദനമേറ്റതിനാൽ കേൾവിശക്തിയെ ബാധിച്ചിട്ടുണ്ട്. കണ്ണിനും പരിക്കേറ്റു. സംഭവത്തിൽ വിദ്യാർത്ഥി ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. പോലീസ് വിഷയത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പരസ്പരം താങ്ങും തണലുമാകേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. എന്നാൽ കേരളത്തിലെ പല കുടുംബങ്ങളിലും ദമ്പതികൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളുമാണ്. ഒടുവിലിത് അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്നു. വയോധികയെ ഭർത്താവ് പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത കണ്ണൂരിൽ നിന്നും കേട്ടു. 75-കാരിയായ ഭവാനിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് നാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പറയപ്പെടുന്നുണ്ട്. കുടിയാൻമല നെല്ലിക്കുറ്റിയിൽ പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. നെല്ലിക്കുറ്റി മേട്ടുപുറത്ത് ഭവാനി എന്ന 75-കാരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇവരുടെ ഭർത്താവ് നാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ നാരായണൻ പാര കൊണ്ട് ഭാര്യയുടെ തലക്കടിക്കുകയായിരുന്നു. അയൽവാസികൾ ഉടനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രതിയുടെ മൊഴിയെടുത്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കുടിയാൻമല SIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കണ്ണൂർ. ഇനി നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ അറിയേണ്ട, കാണേണ്ട ഒരു വാർത്തയാണ്. നിങ്ങൾ ബസ്സോ വാഹനമോ കാത്ത് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അപരിചിതർ സഹായത്തിനായി എത്താം. നിങ്ങളെ പോകേണ്ട സ്ഥലത്ത് എത്തിക്കാമെന്നൊക്കെ പറയും. ഇങ്ങനെ പരിചയമില്ലാത്തവർക്കൊപ്പം വാഹനങ്ങളിൽ പോയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അറിയണം. കർണാടക കുടക് ജില്ലയിലെ കുട്ടയിൽ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. കേസിൽ മലയാളികളടക്കം 5 പേർ അറസ്റ്റിലായി. പിടിയിലായ 3 പേർ വയനാട് സ്വദേശികളാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം. 2 പെൺകുട്ടികളെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞാണ് കാറിൽ കയറ്റിയത്. ഇവരെ നത്തങ്കളിയിലെ കാപ്പിത്തോട്ടത്തിൽ എത്തിക്കുകയായിരുന്നു. ഇതിൽ ഒരു പെൺകുട്ടിയെ 5 പേരും ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. രണ്ടാമത്തെ പെൺകുട്ടിയെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടി കുതിരയോടി രക്ഷപ്പെട്ടു. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ചു. നാട്ടുകാർ എത്തിയതോടെ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കാർ തടഞ്ഞിട്ടതോടെ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളഞ്ഞെങ്കിലും വിവരമറിഞ്ഞെത്തിയ പോലീസ് 5 പ്രതികളെയും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. വയനാട് തോൽപ്പെട്ടി സ്വദേശികളായ രാഹുൽ, മനു, സന്ദീപ്, കർണാടക നത്തങ്കളി സ്വദേശികളായ നവീന്ദ്ര, അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 ബംഗളൂരു. സ്ത്രീകൾ ആയോധന കലകൾ അഭ്യസിക്കാനെത്തുന്നത് പ്രധാനമായും ലൈംഗിക അതിക്രമങ്ങൾ ചെറുക്കാനാണ്. എന്നാൽ പരിശീലകരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധ പുലർത്തണം. മലപ്പുറത്ത് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ കുടുംബം കരാട്ടെ പരിശീലകനെതിരെ രംഗത്ത് വന്നിരുന്നു. നിരവധി കുട്ടികളെ ഇയാൾ ചൂഷണം ചെയ്തെന്നാണ് അന്ന് പുറത്തു വന്ന വിവരം. സമാനമായൊരു സംഭവമാണ് കണ്ണൂരിലുണ്ടായത്. കളരി അഭ്യസിക്കാനെത്തിയ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കളരി ഗുരുക്കൾ പോലീസിന്റെ പിടിയിലായി. കളരി അഭ്യസിക്കാനെത്തിയ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് കളരി പരിശീലകനായ മധ്യവയസ്കൻ അറസ്റ്റിലായത്. കണ്ണൂർ ടൗൺ സ്റ്റേഷൻ പരിധിയിലെ തോട്ടട കാഞ്ഞിര സ്വദേശി സുജിത് ഗുരുക്കളെയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി അറസ്റ്റ് ചെയ്തത്. കൊൽക്കത്ത സ്വദേശിനിയാണ് സുജിത്ത് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി നൽകിയത്. കഴിഞ്ഞ നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് പരാതിക്കാസ്പദമായ സംഭവം. പരിശീലനത്തിനിടെ തനിച്ചായിരുന്ന സമയത്ത് 42-കാരിയെ ലൈംഗിക ചുവയോടെ പലപ്പോഴും ശരീരത്തിൽ സ്പർശിച്ചെന്നായിരുന്നു പരാതി. കളരിയിൽ പരിശീലനത്തിനെത്തുന്ന പല പെൺകുട്ടികളോടും സമാനമായ രീതിയിൽ പ്രതി മോശമായി പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സുജിത് ഗുരുക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ ചഡ്ഡി ഗ്യാങ്ങിനെ കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് കവർച്ചയ്ക്കെത്തുന്നതാണ് ഇവരുടെ രീതി. കഴിഞ്ഞ ദിവസം ഈ സംഘം മംഗളൂരുവിലെ വീട്ടിൽ കവർച്ച നടത്തി ലക്ഷങ്ങളുടെ വജ്രവും സ്വർണ്ണാഭരണങ്ങളുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ പോലീസിന്റെ പിടിയിലായി. പിറ്റേ ദിവസം ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ പ്രതികളായ രാജുവും ബാലിയും പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് വെറുതെ വിട്ടില്ല. 2 പേരെയും വെടിവെച്ച് കീഴ്പ്പെടുത്തി. കാലിന് വെടിയേറ്റ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.
തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച കുപ്രസിദ്ധ കവർച്ചാ സംഘത്തിലെ രണ്ടുപേരെയാണ് മംഗളൂരു പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തിയത്. ഉത്തരേന്ത്യയിലെ പിടികിട്ടാപ്പുള്ളിയായ ചണ്ഡി ഗ്യാങ്ങിലെ രാജു സിംഗ്വാനിയ, ബാലി എന്നിവർ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കാലിന് വെടിവെച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. ചൊവ്വാഴ്ച മംഗളൂരുവിലെ വീട്ടിൽ കവർച്ച നടത്തി ലക്ഷങ്ങളുടെ വജ്രവും സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വാച്ചുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് മധ്യപ്രദേശ് സ്വദേശികളായ രാജു സിംഗ്വാനിയ, മയൂർ, ബാലി, വിക്കി എന്നിവർ പിടിയിലായത്. മോഷണം നടന്ന വീട്ടിൽ ബുധനാഴ്ച രാവിലെ ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് രാജുവും ബാലിയും ASCയെയും മറ്റൊരു ഉദ്യോഗസ്ഥരെയും ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 4ഓടെ ദേരേബേലുവിലെ വീട്ടിൽ ജനൽ കമ്പി വളച്ചു കയറിയ സംഘം വീട്ടുകാരെ ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ചായിരുന്നു കവർച്ച നടത്തിയത്. സമാന രീതിയിൽ സംഘം നേരത്തെയും കവർച്ചകൾ നടത്തിയതായാണ് വിവരം. വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ കേസുകളുള്ളതായും വിവരമുണ്ട്. ന്യൂസ് 18 മംഗളൂരു. ആലപ്പുഴ ജില്ലയെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ആശങ്കയ്ക്ക് വിരാമം. കഴിഞ്ഞ ദിവസം നീർക്കുന്നത്തെ ബാറിൽ കണ്ടത് കുപ്രസിദ്ധ കള്ളൻ വണ്ടി ചോറല്ല. വണ്ടിയുമായി രൂപസാദൃശ്യമുള്ളയാൾ ഒരു അർദ്ധസൈനികനാണെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. ബാറിൽ കണ്ടത് വണ്ടിയല്ലെന്ന് ഉറപ്പിച്ചെങ്കിലും ഇയാൾ നിലവിൽ ജയിലിലാണോ അതോ പുറത്താണോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നീർക്കുന്നത്തെ ഒരു ബാറിൽ തിങ്കളാഴ്ചയാണ് ഉത്തരേന്ത്യക്കാരനെന്ന് തോന്നിക്കുന്നയാൾ മദ്യപിക്കാനെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ആർക്കോ ഒരു സംശയം, ഇത് ബണ്ടിച്ചോറല്ലേ എന്ന്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവാവ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ തിരിച്ചറിയൽ കാർഡ് കാട്ടിയെങ്കിലും ആരും വിശ്വസിച്ചില്ല. തുടർന്ന് വിവരം പോലീസിനെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും പുന്നപ്ര സ്വദേശികളായ യുവാക്കൾക്കൊപ്പം മദ്യപാനം കഴിഞ്ഞ് യുവാവ് മടങ്ങിയിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ചില പോലീസുകാർക്കും ബണ്ടിയാണെന്ന് സംശയം തോന്നി. 2 ദിവസം ജില്ലയാകെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ ആളെ തിരിച്ചറിഞ്ഞു. ITBP ജീവനക്കാരനാണ് ബണ്ടിയുടെ അപരൻ. രാജ്യത്താകമാനം 700-ലധികം ഹൈടെക് മോഷണ കേസിൽ പ്രതിയാണ് ബണ്ടിച്ചോർ. തിരുവനന്തപുരത്ത് മോഷണം നടത്തിയതിന് 2013 ജനുവരിയിൽ ബണ്ടിച്ചോറിനെ കേരള പോലീസ് പിടികൂടിയിരുന്നു. 10 വർഷത്തോളം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ മോഷണം നിർത്തുകയാണെന്നാണ് ഇയാൾ പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹി പോലീസ് ബണ്ടിച്ചോറിനെ പിടികൂടിയിരുന്നു. ഇയാൾ നിലവിൽ ജയിലിലാണോ അതോ പുറത്താണോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ബാറിൽ കണ്ടത് ബണ്ടിയല്ലെന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. ആകാശ് തില്ലങ്കേരിക്ക് ഈ നാട്ടിലെ നിയമമൊന്നും ബാധകമല്ലേ? കേരള ഹൈക്കോടതിക്ക് മാത്രമല്ല, സാധാരണ പൗരന്റെ മനസ്സിൽ പോലും ഇങ്ങനെയൊരു ചോദ്യമുയരാം. കാരണം രജിസ്ട്രേഷൻ നമ്പറില്ലാത്ത ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര നടത്തിയതിന് തില്ലങ്കരിക്കെതിരെ കേസില്ല. പകരം വാഹന ഉടമയ്ക്കെതിരെ മാത്രമാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നടപടി. അതിന് പോലീസ് പറയുന്ന വാദം വിചിത്രമാണ്. ആകാശ് തില്ലങ്കേരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതിനാൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് വിശദീകരണം. എന്നാൽ ആ വിവാദ വാഹനം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ആകാശ് തില്ലങ്കേരി മറ്റു 3 പേർക്കൊപ്പം യാത്ര നടത്തിയത്. ആകാശ് തില്ലങ്കേരി സഞ്ചരിച്ച രൂപമാറ്റം വരുത്തിയ വാഹനം വയനാട് മോട്ടോർ വാഹന വകുപ്പ് തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കുകയായിരുന്നു. 9 വകുപ്പുകളാണ് MVD ചുമത്തിയിരിക്കുന്നത്. വാഹന ഉടമയ്ക്കെതിരെ 45,500 രൂപ പിഴയും ചുമത്തി. എല്ലാ കേസും വാഹന ഉടമയായ മലപ്പുറം സ്വദേശി സുലൈമാനെതിരെയാണ്. വാഹനം ഓടിച്ച ആകാശ് തില്ലങ്കരിക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയെന്ന കേസും ഉടമയ്ക്കെതിരെയുണ്ട്.
ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് വിവരങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ശൈലജാണ് വാഹനം സ്റ്റേഷനിൽ എത്തിച്ചത്. ആകാശിന്റെ കൂടെ ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന പനമര സ്വദേശി ശൈലജിനോട് പനമ്പരം പോലീസ് വാഹനം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ജീപ്പ് ഓടിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഉള്ളതെന്നും കെട്ടിവലിച്ചാണ് കൊണ്ടുവന്നതെന്നും പോലീസ് പറഞ്ഞു. അതേസമയം രൂപമാറ്റം വരുത്തിയത് നേരെയാക്കിയാണ് വാഹനം ഹാജരാക്കിയത്. കേസെടുത്തതിന് പിന്നാലെ വാഹനം പഴയപടിയാക്കുകയായിരുന്നു. രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ചതിനൊപ്പം ടയറുകളും പഴയ നിലയിലാക്കിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. കണ്ണൂരിൽ ലൈസൻസ് ഇല്ലെന്ന് റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് RTO, സബ് RTO പരിധികളിൽ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇതിനുള്ള നടപടി തുടങ്ങിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. നിയമലംഘനം നടത്തിയ വാഹനം 2021, 2023 വർഷങ്ങളിലെല്ലാം പലതവണ നിയമലംഘനങ്ങൾക്ക് പിടിയിലായിട്ടുണ്ട്. 2023 25,000 രൂപ പിഴ ചുമത്തിയിരുന്നു. വയനാട് പനമരം വഴി ഓടിച്ച വാഹനം കണ്ടെത്താൻ CCTVകളടക്കം പരിശോധിച്ചെങ്കിലും ഒടുവിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് വാഹനം തിരിച്ചറിഞ്ഞത്. ജീപ്പ് ഓടിക്കുന്നത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണ് എന്നും മനസ്സിലാക്കുന്നുവെന്നും ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉണ്ടാകാനേ പാടില്ലെന്നും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. വാഹനത്തിന് രൂപമാറ്റം വരുത്തുന്നവർക്കും ഗതാഗത നിയമം ലംഘിക്കുന്നവർക്കും മുന്നറിയിപ്പ്. നിയമം ലംഘിച്ചാൽ നടപടി ശക്തമാക്കുമെന്ന സന്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. കൊച്ചിയിൽ തീതുപ്പുന്ന ബൈക്കുമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിന്റെ ലൈസൻസും വാഹന രജിസ്ട്രേഷനും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കൊച്ചി നഗരത്തിലൂടെ തീതുപ്പുന്ന ബൈക്ക് ഓടിച്ച തിരുവനന്തപുരം സ്വദേശി കിരണിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചത്. 8,000 രൂപ പിഴയും കൂടാതെ കോടതി വിധിക്കുന്ന പിഴയും അടയ്ക്കേണ്ടി വരും. ചൊവ്വാഴ്ച രാത്രി 10:30 ഇടപ്പള്ളി കളമശ്ശേരി റോഡിൽ സൈലൻസർ രൂപമാറ്റം വരുത്തിയ ബൈക്കിൽ തീയും പുകയും പടർത്തി യുവാവ് കറങ്ങി നടന്നത്. ചെങ്ങന്നൂർ സ്വദേശിയുടെ കാറിന് മുന്നിലായി പോയ ബൈക്ക് യാത്രികന്റെ അഭ്യാസ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി RTOയ്ക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ യുവാവിന്റെ പിതാവിന്റെ പേരിലാണ് ബൈക്കുള്ളതെന്ന് കണ്ടെത്തി. അങ്ങനെയാണ് തിരുവനന്തപുരം സ്വദേശിയായ കിരൺ ജ്യോതിയാണ് തീ ഉയരുന്ന ബൈക്കിൽ യാത്ര ചെയ്തതെന്ന് വ്യക്തമായത്. യുവാവിനെ ബന്ധപ്പെട്ടപ്പോൾ ചെന്നൈയിൽ വിദ്യാർത്ഥിയാണെന്നാണ് പറഞ്ഞത്. ഇതോടെ കൊച്ചിയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ നേരിട്ടെത്താൻ നിർദ്ദേശം നൽകി. യുവാവിന്റെ പിതാവിന്റെ പേരിലാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ എന്നതിനാൽ പിതാവിനോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെ യുവാവ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരായി. തുടർന്നാണ് കിരണിന്റെ ലൈസൻസ് 3 മാസത്തേക്കും വാഹന രജിസ്ട്രേഷൻ 6 മാസത്തേക്കും സസ്പെൻഡ് ചെയ്തത്. അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ് ഇത്തരത്തിലുള്ള യാത്രകളെന്നും നടപടികൾ ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസർമാർ സമൂഹത്തിന് മാതൃകകളാകണം. ഇവിടുത്തെ നിയമം പാലിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ തുടർച്ചയായി ഗതാഗത നിയമം ലംഘിക്കുന്ന യൂട്യൂബർ സഞ്ജു ടെക്കി ഒരു മാതൃകാ വ്യക്തിത്വമാണോ? കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ മുഖ്യാതിഥിയായി പോകാൻ ഇയാൾക്ക് എന്താണ് യോഗ്യത? ആലപ്പുഴയിൽ സ്കൂൾ കുട്ടികൾക്കായുള്ള മാഗസിൻ പ്രകാശനത്തിൽ സഞ്ജു ടെക്കിയെ ക്ഷണിച്ചത് വിവാദത്തിലായിരിക്കുകയാണ്. മണ്ണഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്ന പരിപാടിക്കാണ് സഞ്ജുവിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചത്. സംഭവം വിവാദമായതോടെ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും സഞ്ജു പിന്മാറി. ജില്ലാ പഞ്ചായത്ത് മണ്ണഞ്ചേരി ഡിവിഷന്റെ കീഴിലെ മണ്ണഞ്ചേരി ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായുള്ള മഴവിൽ എന്ന മാഗസിന്റെ പ്രകാശനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേശ്വരി, മണ്ണഞ്ചേരി ഡിവിഷൻ അംഗം R. റിയാസ് എന്നിവരാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകർ. ചടങ്ങിൽ മുഖ്യ അതിഥിയാണ് വിവാദ യൂട്യൂബർ സഞ്ജു.
ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ കടുത്ത നിയമ നടപടി നേരിടുന്നയാളാണ് സഞ്ജു. പിന്നീട് ഹൈക്കോടതിയുടെ അടക്കം രൂക്ഷ വിമർശനം നേരിട്ട ഇയാളുടെ ലൈസൻസ് ആജീവനാന്തകാലം മോട്ടോർ വാഹന വകുപ്പ് റദ്ദ് ചെയ്തിരുന്നു. നിരവധി നിയമലംഘനങ്ങൾ സഞ്ജുവിന്റെ വീഡിയോയിലുണ്ടെന്നാണ് കണ്ടെത്തൽ. സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ക്രിമിനൽ കേസടക്കമുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തിയ ഒരാളെ സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ അതിഥിയായി വിളിച്ചത് കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പുനലൂരിൽ 30 കിലോ കഞ്ചാവുമായി കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പുനലൂർ സ്വദേശി ഷാനവാസ്, വെട്ടുതിട്ട സ്വദേശി അജിത്, ചെമ്മന്തൂർ സ്വദേശി ജസ്സിൽ എന്നിവർ. ചവറ തെക്കും ഭാഗത്ത് ചായക്കട നടത്തുന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണമാല പൊട്ടിച്ചു കടന്ന യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. ചവറ പുതുക്കാട് സ്വദേശി വിനീത് ക്ലീറ്റസ് ആണ് പിടിയിലായത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പന്തളത്ത് ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് അധികൃതർ നോട്ടീസ് നൽകി. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. ഗുണ്ടാ നേതാവ് ദുരൈയെയാണ് തിരുച്ചിറപ്പള്ളി പുതുക്കോട്ടയിൽ പോലീസ് വെടിവെച്ചു കൊന്നത്. കേരളത്തിലെ ചില മനുഷ്യരുടെ മാനസികാവസ്ഥ എത്രയോ ഭയാനകമാണ്. വഴിയിൽ വെച്ച് മറ്റു വാഹനയാത്രക്കാരുമായി നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കിടും. കടകളിലും ഹോട്ടലുകളിലും കയറി ബഹളം വയ്ക്കും. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ആക്രമണം നടത്തും. ഇത്തരമൊരു സംഭവമാണ് വടകര വില്യാപ്പള്ളിയിൽ ഉണ്ടായത്. കഴിഞ്ഞ രാത്രി വില്യാപ്പള്ളിയിലെ പഴവർഗ്ഗങ്ങൾ മൊത്ത വ്യാപാരം നടത്തുന്ന ഒരു കടയിലെത്തി കാറിലെത്തിയ സംഘം ആപ്പിൾ ചോദിച്ചു. ചില്ലറ വ്യാപാരമില്ലെന്ന് പറഞ്ഞതോടെ തൊഴിലാളിയെ ക്രൂരമായി തല്ലിച്ചതച്ചു. വടകര സ്വദേശി മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. മുഹമ്മദിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെയും ആക്രമിച്ചു. ആരാണ് ഈ അക്രമി സംഘങ്ങൾ? പ്രതികളെ പോലീസ് ഉടൻ തന്നെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.